ഹായ് ഓൾ, നമ്മൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്ലാന്റ് സെല്ലിൽ എന്തൊക്കെ പ്രസൻ്റ് ആണ്? ഒരു ഔട്ടർ സെൽ വാൾ പ്രസൻ്റ് ആണ് ആൻഡ് ഇന്നർ ടു സെൽ വാൾ സൈറ്റോപ്ലാസം പ്രസൻറ്റ്. സൈറ്റോപ്ലാസത്തിൽ 2 സെല്ലുലാർ കമ്പോണൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്തായിരുന്നു? സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ റോൾസ് ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിളാണ് സെക്രീറ്ററി പ്രോഡക്ട്സ്, അതുപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, അതുപോലെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ. അടുത്ത സെല്ലുലാർ കമ്പോണൻ്റ് ആണ് സെൽ ഓർഗനൽസിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഇത്രയും ഓർഗനൽസിനെ പറഞ്ഞു, കുറച്ചെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത് പറയാൻ പോകുന്ന ഓർഗനലാണ് മൈക്രോബോഡീസ്. ഈ പിക്ചർ ഒരു പ്ലാന്റ് സെല്ലിൻ്റെതാണ്. ഇതിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിന് മേലെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റെഡ് കളേർഡിലായിട്ട് മൈന്യൂട്ട് ബോഡീസ് കാണുന്നുണ്ടാവും. ഇതിനെയാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. സ്മോൾ ബോഡീസ് ആണ് ആൻഡ് ദേ ഒക്കർ ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് വെറൈറ്റി ടിഷ്യൂസ്. ഓക്കെ, ഇനി ഇവയുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അവർക്കൊരു സിംഗിൾ മെംബ്രെയിൻ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഔട്ടർ ഒരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു മാട്രിക്സും പ്രസൻ്റ് ആയിരിക്കും. ഇനി ഈ മാട്രിക്സിൽ ഒരുപാട് എൻസൈംസ് പ്രസൻ്റ് ആയിരിക്കും. ഈ എൻസൈംസ് എന്ന് പറയുന്നത് ദ വെരി ഇൻ അക്കോർഡൻസ് ടു ദി ടൈപ്പ് ഓഫ് സെൽ ഓർ ടിഷ്യൂ, അതായത് ഏത് സെല്ലാണോ അതിനനുസരിച്ചായിരിക്കും ഈ മൈക്രോബോഡീസിലുള്ള എൻസൈംസ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഹയർ പ്ലാന്റ്സിൻ്റെ കേസിൽ, ഈ ഹയർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജിംനോസ്പേം, ആൻജിയോസ്പേമിൻ്റെ ഒക്കെ കേസിൽ അവരുടെ ലീവ്സിൽ ഈ മൈക്രോബോഡീസ് എപ്പോഴും ക്ലോറോപ്ലാസ്റ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള മൈക്രോബോഡീസിനെയാണ് പെറോക്സിസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു സെൽ ഓർഗനലാണ് റൈബോസോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്കറിയാം റൈബോസോംസ് എന്ന് പറയുന്നത് ദേ ആർ ദി വർക്ക് സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിലാണ്. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു mRNA പ്രസൻ്റ് ആണ്. ഈ mRNA മേലെ ആയിട്ടാണ് റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ mRNA യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? പ്രോട്ടീനെ കോഡ് ചെയ്യും, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രോട്ടീനെ കോഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് റൈബോസോമിൻ്റെ മെയിൻ ഫങ്ഷൻ പറയുന്നത്. ഓക്കെ, റൈബോസോംസ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി ചില കേസിൽ അവർ വേറെ സെൽ ഓർഗനൽസിൽ അറ്റാച്ച് ചെയ്തിട്ടും ഉണ്ടാവും. എക്സാമ്പിളാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. നമ്മൾ കണ്ടിട്ടുണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ മേലെ അസോസിയേറ്റ് ചെയ്തിട്ട് റൈബോസോംസ് ഉണ്ടാവും. അങ്ങനെയുള്ള എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെയാണ് എന്ത് പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂക്യാരിയോട്സിൻ്റെ കേസിലാണെങ്കിൽ ATS ടൈപ്പ് ആയിരിക്കും റൈബോസോംസ് ഉണ്ടാവുക. അവർക്ക് 2 സബ് യൂണിറ്റ് ഉണ്ടാവും, ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ടാവും, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ടാവും. പിന്നെ അവർക്കൊരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്നാ പറയാം, അതായത് അവർക്കൊരു RNA പാർട്ടും ഉണ്ടാവും, പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. ഓക്കെ, പ്രോട്ടീൻ പാർട്ടിനാണ് ലാർജ് സബ് യൂണിറ്റും ഉണ്ടാവുക, സ്മോൾ സബ് യൂണിറ്റും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇവയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അടുത്ത ഓർഗനലാണ് മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഹോളോ ആയിട്ടുള്ള, അതുപോലെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് കുഞ്ഞു സബ് യൂണിറ്റ്സ് കൂടി ചേർന്നിട്ടുണ്ടായ ഒരു ഹോളോ റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സെൽ വാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതൊരു റോഡായിട്ടൊക്കെ ആക്ട് ചെയ്യും. അതായത് ഇതിപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു പാർട്ടിക്കിളിന് അടുത്ത സ്ഥലത്തോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിലൂടെയാണ് മൂവ് ചെയ്യുക. ഇങ്ങനെ ആ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യിക്കുന്ന ചില പ്രോട്ടീൻസ് ആണ് ഡൈനസിൻ, കൈനസിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മോട്ടോ പ്രോട്ടീൻസ് ആണ്. ഈ മോട്ടോ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ഏത് പാർട്ടിക്കിളിനാണോ മൂവ് ചെയ്യേണ്ടത് അതിനെ പിടിച്ചിട്ട് ഈ മൈക്രോട്യൂബ്യൂൾസിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് സെൽ വാളിൻ്റെ സ്ട്രക്ചറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനലാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മോറോർലെസ് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പുള്ള ഇതാണ്. പിന്നെ അവർക്ക് എന്താണ്, ഒരു ഔട്ടർ എൻവലപ്പ് പ്രസൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഉള്ളിലായിട്ട് എന്ത് പ്രസൻ്റ് ആണ്, ഒരു മാട്രിക്സ് പ്രസൻ്റ് ആണ്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സ് പ്രസൻ്റ് ആണ്. അതിനെയാണ് ന്യൂക്ലിയർ മാട്രിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ എൻവലപ്പ് ഔട്ടറിലായിട്ട് പ്രസൻ്റ് ആണ് എന്ന്. ഒരു 2 ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ എൻവലപ്പ് എന്ന് പറയുന്നത്. അതായത് 2 മെംബ്രെയിൻസ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഈ 2 മെംബ്രെയിനിടയിലുള്ള സ്പേസിനെയാണ് പെരിന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെംബ്രെയിൻ്റെ മേലെ ഒരുപാട് പോസ്, അതായത് ന്യൂക്ലിയർ പോസ് പ്രസൻ്റ് ആയിരിക്കും. And inner to nuclear envelope ന്യൂക്ലിയോപ്ലാസം ഓർ ന്യൂക്ലിയർ മാട്രിക്സ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഡെഫിനറ്റ്ലി DNA പ്രസൻ്റ് ആയിരിക്കും. ജെനറ്റിക് മെറ്റീരിയൽ ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ ഒരുപാട് പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. നമുക്കറിയാം DNA-യുമായിട്ട് അസോസിയേറ്റ് തന്നെ ചെയ്തിട്ട് തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാവും. ദെൻ ഈ ഒരു ഡിവിഷൻ്റെ ടൈമിൽ, സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ DNA പ്രോട്ടീൻസുമായിട്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ സ്ട്രക്ചറായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ന്യൂക്ലിയോലസും പ്രസൻ്റ് ആയിരിക്കും ന്യൂക്ലിയോപ്ലാസത്തിൽ. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെൻസ് ആയിട്ടുള്ള ഗ്രാനുലാർ ഫൈബ്രില്ലാർ സ്ട്രക്ചറാണ്. ഒരു മെംബ്രെയിനൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. ഓക്കെ, ഇനി അടുത്തതാണ് വാക്യൂൾസ്. വാക്യൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാന്റ് സെല്ല് പോലെയല്ല, ആനിമൽ സെല്ല് പോലെയല്ല. പ്ലാന്റ് സെൽ ദേ ആർ ക്യാപ്പബിൾ ഓഫ് സ്റ്റോറിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെനി സബ്സ്റ്റൻസ്. ഒരു പ്ലാന്റ് സെല്ലിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 90% വോളിയവും ഒക്യുപ്പൈ ചെയ്യുന്നത് വാക്യൂളായിരിക്കും. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലാർജ് ആയിട്ടുള്ള വാക്യൂൾ പ്രസൻ്റ് ആയിരിക്കും. വാക്യൂൾ എന്ന് വെച്ചാൽ വാട്ടറി സെൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അതായത് ഈ ഒരു വാക്യൂളിൻ്റെ ഉള്ളിലായിട്ട് വാട്ടർ പ്രസൻ്റ് ആയിരിക്കും ആൻഡ് ഈ ഒരു മെംബ്രെയിനും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാക്യൂളിൻ്റെ മെംബ്രെയിനെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് വാക്യൂളിൻ്റെ മെംബ്രെയിനെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ വാക്യൂളിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എക്സാമ്പിളാണ് ഷുഗർ, പ്രോട്ടീൻ, ഓർഗാനിക് ആസിഡ്സ്, ഫോസ്ഫാറ്റൈഡ്സ്, ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ചില സബ്സ്റ്റൻസ് സോളിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ടാനിന്, അതുപോലെ പ്രോട്ടീൻ ബോഡീസൊക്കെ സോളിഡ് ആയിട്ടായിരിക്കും വാക്യൂൾസിൻ്റെ ഉള്ളിലുണ്ടാവുക. ഓക്കെ, ഇനി ഒരു കുഞ്ഞ് മെരിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഡിവൈഡിങ് സെല്ലിൽ നോക്കിയാൽ സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള വാക്യൂൾസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരു സെല്ല് ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ ഒരു സെല്ല് മെച്യൂർ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വാക്യൂളിൻ്റെ വലുപ്പവും കൂടും. എങ്ങനെയാണ്? ഈ സ്മോൾ വാക്യൂൾസ് എല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ഒരു ലാർജ് സെൻട്രൽ വാക്യൂളായിട്ട് മാറും. ഓക്കെ, ഇനി വാക്യൂളിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒന്നെന്ന് പറയുന്നത് സെല്ലിൻ്റെ വാട്ടർ അല്ലെങ്കിൽ സൊല്യൂട്ട് കണ്ടൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുക. അതായത് ഓസ്മോ റെഗുലേഷനാണ് ഒരു ഫങ്ഷന്. അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഡൈജഷനിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയ്ക്കുമാണ് നമ്മളൊരു സെല്ലിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയാം.